അപ്പോൾ ഈ ഗെയിസിന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫാർലൈറ്റ് 84 കാര്യങ്ങളുമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഗെയിമാണ്. അതായത് ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സെറ്റാണ് ഗെയിംസ്. കാരണം കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്, പിന്നെ നല്ല സ്മൂത്താണ്. അധികം ബഗ്സും കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇൻ്റർനെറ്റ് വെച്ചിട്ടിരിക്കും നമ്മുടെ ബഗ്ഗും കാര്യങ്ങളും. കാരണം ബഗ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പോകുമ്പോൾ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് വിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹായ് ബഡ്ഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഫാർലൈറ്റ് 84, ഫാർലൈറ്റ് എന്നാണ് ഇതിനെ വിളിക്കാറ്. ഞാൻ ഫാർലൈറ്റ് 84 എന്ന് വിളിക്കുന്നത് മാത്രം. എന്തായാലും ഗെയിമും കാര്യങ്ങളും അത്യാവശ്യം അടിപൊളിയാണ്. ഇതിൽ കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗെയിമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ, പബ്ജി പോലെ തന്നെ അടിപൊളി ഗെയിമാണ്. ഗെയിം ഇറങ്ങിയിട്ട് 1 ഇയർ എന്തോ ആവാനായി തോന്നുന്നു. 2023 ഇറങ്ങിയ ഗെയിമാണ്. 1 ഇയർ എന്തോ ആവാനായി കാണും, അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ പേര് ഇതിൽ മിസ്റ്റർ ഹായ് എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള പേര് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ഫോൺ വെച്ചിട്ട്, എൻ്റെ ഫോണ് പോക്കോ M3 ആണ്, അറിയാലോ. പോക്കോ ഫോൺസൊക്കെ ഇപ്പോൾ ശോകമാണ്. അതായത് അവരുടെ പുതിയതല്ലാത്ത കുറച്ച് പഴയ മോഡൽ ഫോൺസൊക്കെ ഇപ്പോൾ നല്ല ശോകമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ട്. അതായത് എനിക്കാകെ ലെവൽ 8 ലെവലുണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാറില്ല. അപ്പോൾ ഞാൻ സിൽവറാണ് റാങ്ക്. അപ്പോൾ ഇതിൽ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറാങ്ക്ഡ് കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 10 ലെവലിൻ്റെ വേണം. 10 ലെവൽ അതിൻ്റെ മുകളിലോട്ട് വേണം. പിന്നെ നമ്മുടെ ട്രെയിനിങ് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 3 ലെവൽ കംപ്ലീറ്റ് ആയാൽ മതി. അതുവരെ നമ്മൾ ബാറ്റിൽ റാങ്ക്ഡ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ജസ്റ്റ് ഞാൻ അത്ര വലിയ മെയിൻ പ്ലെയർ ഒന്നുമല്ല. പിന്നെ അതിൽ ഡയമണ്ടും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഡയമണ്ട് അതായത് ഇങ്ങനൊരു സെറ്റപ്പ് ആയിട്ടാണ് വരുന്നത്. അതായത് 89 രൂപക്ക് 100 ഡയമണ്ട്. ഇതിൽ മെമ്പർഷിപ്പും കാര്യങ്ങളും ഉണ്ടോ അറിയില്ല. പിന്നെ ഇതിൽ ഗോൾഡിന് പകരം തന്നെ വേറെന്തോ ടൈപ്പ് സാധനം എന്തോ ആണ്. ലെവൽ 6 ആയി കഴിഞ്ഞാൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കുറേ. ഇതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞൂടെ, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരിക. പിന്നെ ഇതിൻ്റെ നമ്മുടെ വാലറ്റ് അതൊന്നും തുറക്കല് എനിക്കറിയില്ല. അവിടെ ബാഗും ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ അതെങ്ങനെ എടുക്കലെന്ന് അറിയില്ല. അത് ഇൻവെൻട്രി അതെങ്ങനെ എടുക്കലെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്കിന്നാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അതായത് ഐ തിങ്ക് 3 ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഒരു മാച്ച് വരെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. പിന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഉണ്ട് ഒക്കെ, മൈക്ക് വെച്ച് ഓണാക്കുക. ഇമോട്ടൊക്കെ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. എന്ത് കണ്ട ഇപ്പോൾ കണ്ട, ഇതിൽ കുറച്ച് ഇമോട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമോട്ട്. ഈ ഗെയിം വെച്ചിട്ട് എനിക്കറിയില്ല, ഗെയിം ഞാൻ കളിക്കുന്ന പുതിയ പ്ലെയറാണ്. അപ്പോൾ ഇതിൽ എത്ര ഇമോട്ടാണ്, എങ്ങനത്തെ ഇമോട്ടാണ് എന്നൊക്കെ നമുക്കറിയില്ല. ഞാൻ എന്തായാലും ഈ ഫോർസ് നൈറ്റ് പറഞ്ഞ ഗെയിമൊക്കെ അല്ല, അതേപോലെ ഒരു ലുക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ആ ഗെയിം കളിച്ചിട്ടുമില്ല. ഗെയിം അടിപൊളിയായിരുന്നെ പറഞ്ഞേക്കല്ലേ. ഇതിൽ നമ്മൾ എത്ര പ്ലേയേഴ്സ് ആയെന്നൊക്കെ കാണാൻ പറ്റുന്ന വെയിറ്റിംഗ് ഫോർ ലൈറ്റ് ക്യാച്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. 13 ആയി, 15 ആയി. അപ്പോൾ അതായിട്ട് കാണാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഇന്ത്യൻ സെർവറിൽ പ്ലേയേഴ്സ് കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ട്രൈ അടിച്ച് നോക്കുക. അടിപൊളി ഗെയിമാണ്. എന്തായാലും ഞാൻ കളിച്ച് വെച്ചിട്ട് അടിപൊളി ഗെയിമാണ്. പിന്നെ നമ്മുടെ ഇതിന് എൻ്റെ മൊബൈലിൻ്റെ എന്തോ സ്ട്രീം ഇതിൻ്റെ വർക്കാവണില്ല. കാരണം കുറച്ച് എത്തുമ്പോൾ അടിച്ചു പോവാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം ഇത് നോക്കി, പക്ഷെ വർക്കായില്ല. എന്താ പ്രശ്നം, നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഫോണിന് പറഞ്ഞിട്ട് കാര്യം. ഗെയിം അത്യാവശ്യം അടിപൊളി ഗെയിമാണ്. അപ്പോൾ ഇത് ഏറ്റവും ലോ ഗ്രാഫിക്സിലിട്ടിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേ വല്ല ലാഗ് പിടിച്ച് കഴിഞ്ഞാൽ വീഡിയോ പോയാൽ, ഞാനിപ്പോൾ ഫേസ് ക്യാം വേറെ വീഡിയോ എടുക്കണേ, അല്ല വേറെ ഫോണിലെടുക്കണം. അപ്പോൾ അത് ചൊറയാവും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലോ ഗ്രാഫിക്സിൽ മുമ്പ് ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ടിരിക്കുകയെന്ന് വെച്ചു. എന്തായാലും ഇത് ലോഡായി വരുന്നുണ്ട്. 33 പ്ലേയേഴ്സായി. ഇതാണ് ഇത്. എന്താ പ്ലേയേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ആവുന്നുണ്ട്. പെട്ടെന്ന് ഇതാവുന്നുണ്ട് കേട്ടോ. ഒരു 54 പ്ലേയേഴ്സായി. ഇനി നമുക്ക് കുറച്ചുകൂടെ പ്ലേയേഴ്സായി. 60 സ്റ്റാർട്ടായോ? ഓക്കെ, സ്റ്റാർട്ടായി. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ലോഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 55%. ഇതെന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. ആകെ അതിൽ കുറച്ച് ചാടി മണ്ടാനും അടിക്കാനും അറിയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോകാൻ പറ്റും. സീനാണ്. അത് നമ്മളിങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഓടിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങനെ പോവാം. സെറ്റപ്പാണ് സംഭവം. സീനാണ്.
അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗെയിം അടിപൊളിയാണ്, രസമുണ്ട്. അതായത് ഒരു ഒരു പണ്ടത്തെ പോലത്തെ ഒരു ഗെയിം കളിക്കുന്ന ഒരു സുഖമാണ്. ഒരു പ്രത്യേക ഒരു തരം ഗെയിം. ഇതിൽ നമുക്ക് സ്ക്വാഡ് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരില്ല, ഇത് ട്രിയോസിന് അങ്ങനെ എന്താ പറയല്ലേ. അയ്യോ, ക്യാരക്ടർ ചെറുതായിട്ടൊന്ന് മാറ്റി, സോറി. ഈ ക്യാരക്ടർ തന്നെ ഇതണ്ട, ഇവിടെ കാണുന്ന ഈ ഒരു ക്യാരക്ടർ ഉണ്ട് റൈറ്റ് കാണുന്നത്, അത് തന്നെ എടുക്കാന്നുണ്ടായി. മറ്റേ ഒരു ബൊമ്മക്കുട്ടർ പോലുള്ള സാധനമായി. ബൊമ്മക്കുട്ടീനല്ല അറിയാലോ, ടെഡി ബിയർ എനിക്കതില്ല എൻ്റെ പേരങ്ങനെ. ഓക്കെ, മൈ സ്ക്വാഡ്. നമ്മൾ 3 പേരാണ് നമ്മളെ സ്ക്വാഡ്. 3 പേർക്കുള്ള മാക്സിമം കളിക്കാൻ പറ്റുള്ളൂ, അറിഞ്ഞൂടാ. ഇനി ലെവൽ കൂടുമ്പോൾ ശരിയാവാൻ അറിയില്ല. ഓക്കെ, നമ്മളിവിടെ ഗെയിമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഇങ്ങനൊരു സംഭവമാണ്. അതായത് ജസ്റ്റ് നമ്മളെന്തോ ഒരു ഒരു വെറൈറ്റി വെഹിക്കിൾ പോലെ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം നടക്കുന്നത്. ബാക്കിയുള്ള ഗെയിംസിൻ്റെ പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു മെയിൻ ആളാണ്. വേണ്ട, ആ സാധനം മുകളിലോട്ട് അങ്ങ് പോകും. പിന്നെ പബ്ജിയിലെ പോലെ തന്നെ നമുക്ക് പബ്ജിയിൽ കാലില തോന്നുന്നു ഈ സാധനം വരുന്നത്, ഒരു എഫക്റ്റ്, ഫോഗ് എഫക്റ്റ് പോലൊരു സാധനം. പക്ഷെ ഇതിൽ കാലില വരുന്നത്, നമ്മുടെ ജെറ്റ് പാക്കാണ്. ഇതിൽ ജെറ്റ് പാക്ക് കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് ലാഗ് അടിക്കും, കണ്ടോ. അതെൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എനിമീസൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് കൊല്ലാൻ പറ്റുമല്ലോ. കാരണം ഇതിൻ്റെ പ്രശ്നം. ഞാൻ മറ്റേ പബ്ജി ഫ്രീ ഫയറിൻ്റെ ആ ഒരു ഇതിലേക്കാണ്. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മോഡുണ്ട്. അതായത് അതാണ്, അതൊക്കെ ഇപ്പോൾ ഒറിജിനൽ റിയൽ എനിമീസാണ്. ഇതിൽ ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിമിനെ അതായത് എനിമിയുടെ അടുത്തൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എനിമിനെ കൊല്ലാൻ പറ്റും. ഇപ്പോൾ ഫുഡ് സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ബെഡ് അടിക്കാം. നമ്മുടെ ടീംമേറ്റ്സ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തായാലും സെറ്റായി നിൽക്കാം. ഓക്കെ, അവൻ അടുത്തിട്ട് വരുമ്പോൾ അതിൻ്റെ കളർ മാറിക്കൊണ്ട് നിൽക്കും, അങ്ങനെ പറഞ്ഞേക്കാം. ഓക്കെ 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 ഗൈസ്, നമുക്കത് കയറൊക്കെ എന്തായാലും പൊട്ടി എവിടെ നിൽക്കുന്നത്? അതാ ചത്തി അവന്മാരെ റെസ്ക്യൂവിന് വിളിക്കുകയാണ്. ഓക്കെ, അവന്മാര് നമ്മുടെ ചെക്കന്മാർ വന്ന് പൊക്കിയതാട്ടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ നോക്കാവുന്നത് കേട്ടാ. ഫസ്റ്റ് ടൈം ഞാൻ നോക്കാവുന്നത്, കാരണം എന്തായാലും ചത്തിട്ടില്ല. ഡെഡായിട്ടുണ്ട്, പക്ഷെ നോക്കാവുന്ന ആദ്യമായിട്ടാ. എന്തായാലും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇതിൽ മറ്റേ എന്തോ ഗൈറോസ്കോപ്പോ അങ്ങനെ എന്തോ പറഞ്ഞ സാധനം, അതെന്തോ എനിക്ക് അറിഞ്ഞൂടാ. അത് പബ്ജിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ വലിയ പിടുത്തല്ല സാധനത്തിനെ കുറിച്ചിട്ട്. നമുക്ക് എന്തായാലും ലോബിയിൽ എത്തിയാലുള്ളത് സ്മൂത്ത് ഇടാൻ പറ്റിയ ദോഷം. എന്താ ഗൈറോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമല്ലേ, അത് ഇതിലുണ്ടാവും തോന്നുന്നു. ഓക്കെ, ഇനിമേ നമ്മുടെ അടുത്തുണ്ടല്ലോ. ഇതിന്റെ ഓരോ ഗണ്ണിനെ കുറിച്ച് പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇത് ഐ തിങ്ക് ഏതോ AR ഗണ്ണാ, SMG നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് SMG ആണ്. ഇതിന്റെ ഈ ക്യാരക്ടറിന്റെ ഒരു എബിലിറ്റി കേട്ടാ. വാ, ഓക്കെ, ഫസ്റ്റ് നോക്കാം കേട്ടോ. ജസ്റ്റ് എന്താണ് ഈ സാധനം കിട്ടാത്തത്? അപ്പൊ ശരി. അത് ഞാൻ വെച്ച് കഴിഞ്ഞാല് മറ്റേ പോലെ നമ്മളെ അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അടിക്കുന്നതിൽ ഇട്ട് കൊടുത്തോട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പോലെ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കൺട്രോളിൽ കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു സുഖത്തിൽ കളിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ജെറ്റിന്റെ എന്ന് പറഞ്ഞ. ഇതിലിടക്ക് എബിലിറ്റീസ് ഒക്കെ എനേബിൾ ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലിയ പ്ലെയർ ഒന്നുമല്ല ഇത്. അപ്പോൾ ഇതില് ഇടക്ക് ഇതിന്റെ എബിലിറ്റീസ് ഒക്കെ വർക്കാവും. ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ ആവാം, കാരണം ഞാൻ വലിയ പ്രോ ഒന്നുമല്ല. ഇതിലുള്ളവന്മാർ അത്യാവശ്യം നല്ല ദിവസം കളിച്ചിരിക്കുന്നുണ്ട്. അവരുടെ അടി കിട്ടിയത് വെച്ചിട്ട് അത്യാവശ്യം നല്ല കളിക്കുന്ന ദിവസം. ഒരുത്തം പോയതുണ്ട് മേലോട്ട്. അവൻ ശരിക്കും എന്നെ കാണായിട്ടല്ല, ഇത് വെച്ച് ഞാനൊരു മണ്ടലോട്ട് കൊടുക്കാം. ലിഫ്റ്റാണ്.
ഇത് റോപ്പാണ് സംഭവം. പക്ഷെ അവിടെ ലെഫ്റ്റ് സെറ്റ്. ഓ ഇവിടെ കുറെ മിസ്. ഓ അവരുടെ സ്കോഡായിട്ട് അടിക്കുന്നു. 3-4 പേരാ അടിക്ക ചത്ത്. നമ്മുടെ ടീം ചത്ത്. നമുക്ക് അവർ മൊത്തം ചത്തായിരുന്നു. അപ്പൊ ഇതില് റിവൈവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞോട്ടെ. കണ്ടോ അവര് കളിക്കും നോക്ക്. ഓ എന്തായാലും വന്ന് നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ലൈക്ക് കിട്ടുമല്ലോ. ഇത് നമുക്ക് ലൈക്ക് എത്ര ഉള്ളൂ? 2 മിനിറ്റ് ലൈക്കാണോ? നമുക്കിത് എത്ര ലൈക്ക് പോകും നോക്കാം. ഓക്കെ ജസ്റ്റ് 44 ലൈക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഞാൻ 44 പ്രാവശ്യം എനിക്ക് അറിഞ്ഞൂടാ 44% ആണോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഇതിലെ റാങ്ക് ഇപ്പം ഞാൻ സിൽവറിലാണ്. നമുക്ക് എന്തൊക്കെയാ ക്ലൈം ചെയ്യാൻ വന്നിട്ടുണ്ട്. ലോബി പോവാ. അപ്പം ഇത്രേ ഉള്ളൂ ഈ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സെറ്റപ്പാണ്. ഇതിൽ ഗെയിമിൻ്റെ ഗൺ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ട്രെയിനിങ് പോവുക, പ്രാക്ടീസ് റേഞ്ച് അത് പോവാ. ജസ്റ്റ് അതിൽ കയറുക. അത് പെട്ടെന്നാവും. കണ്ടോ പെട്ടെന്നായി. കാരണം ട്രെയിൻ കളിക്കാൻ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഗെയിമാണ്. അത്യാവശ്യം നല്ല ഗണ്ണോട്ട് അടിക്കാനും ഒക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ പുതിയ പ്ലേയേഴ്സ് ഉണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ, അതായത് നമ്മുടെ വലിയ എക്സ്പെക്റ്റ് ചെയ്യണ്ട വലിയ ട്രെയിനിങ് ഗ്രൗണ്ട് വലിയ സംഭവമൊന്നുമില്ല. കണ്ടാ ഇതിൽ നമ്മുടെ ആൾക്കാർ മാത്രം. ഞാൻ എന്താ കാണിച്ചു തന്നറിയോ? ഈ സാധനത്തിന് മുകളിലോട്ട് പോയിട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചാടി ഇങ്ങനെ കാട്ടെ. ഇങ്ങനെ കാട്ടിയിട്ട് എന്താ ഇനിമിനെ വരുമ്പോൾ വെച്ചിട്ട് കാരണം ഓരോ എബിലിറ്റീസാണ് ഈ കാണുന്നത്. ലൈക്ക് ഇതൊരു വാൾറണ്ടൊക്കെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഗെയിമിൻ്റെ ആൾക്കാർ ഇത് കാണുമ്പോൾ തന്നെ പ്രാകാതിരുന്നാൽ മതി മാത്രം. ആരും അതുപോലെ കാണുന്നില്ല എന്തായാലും. എന്താ ഓക്കെ. പിന്നെ അതേപോലെ അതിലെന്തോ ഒരു പെറ്റ് സംതിങ് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഇതൊരു പെറ്റാണ്. ഇവിടെ പിടിച്ചിട്ട് ഇവിടെ പെറ്റിൻ്റെ ഒരു ഇത് കാണും. ഇവിടെ കൊണ്ടുപോയി വരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തൊരു സാധനം ഇപ്പോൾ അവിടെ എഴുതി കാണിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ ഇവിടെ പോവുക. നമുക്ക് ഇനിമിനെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തോട്ട് പോവേ ഓടുക. ടെസ്റ്റ് ഞാനവിടെ അടിക്കുക. എന്താ ഓട്ടോസ്കോപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് അടിക്കുന്നതാ. അതാ പ്രശ്നം. ജസ്റ്റ് എനിമിയുടെ അടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് കൊടുക്കുക. അതാ ഇങ്ങനെ പോയിട്ട് അടിക്കണം. കേട്ടോ ഇപ്പം നമുക്കത് അതായത് എനിമിനെ അടിക്കുന്ന വെച്ചിട്ട് നമുക്ക് XP കിട്ടും. XP മീൻസ് നമ്മുടെ ലെവലിൻ്റെ സംഭവം. ഇപ്പൊ 13 പ്ലേയേഴ്സ് ഇതിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ തമ്മിൽ അടിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മുടെ എനിമിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താ ഇങ്ങനെ ഫിനിഷ് ആക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് എനിമയല്ലേ? നല്ലത് എനിമയല്ല. അല്ല ഇത് നമ്മളെ ഒപ്പമുള്ളവരെ ഇതൊരുത്തൻ. ഓക്കെ എന്താ ഗണ്ണ് ഇത് പെട്ടെന്ന് ഗണ്ണിന്റെ എമോ തീരുന്നു. അതാ പ്രശ്നം. ഹെഡ് അടിക്കൽ ഇത്തിരി പാടാ. അവ കില്ലെടുത്തോണ്ട് വരാം. ഇങ്ങനെ ലെവൽ അപ്ഗ്രേഡ് ആയിട്ടാവട്ടെ. ഇതിലിപ്പോ അവനെ നമുക്ക് അടിക്കാൻ പറ്റും. സുഖമായിട്ട് കുറച്ച് പഠിച്ചെന്നാ തെറ്റാണ്. എന്തായാലും നിങ്ങളും ചില കുട്ടികൾക്കൊക്കെ പറ്റും. അത്യാവശ്യം വലിയവർക്കും പറ്റും. പക്ഷെ കുറച്ച് കുട്ടികൾക്ക് കൂടെ ചെറിയ കുട്ടികൾ കളിക്കാനല്ല അറിയണേ. അതൊരു മറ്റേ ഗെയിമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് ടൈപ്പ്, അതായത് കാർട്ടൂൺ തീം, എൻജോയ് തീമൊക്കെ കിട്ടുന്നത് ഈ ഗെയിമിൽ. ഞാൻ അതായത് ഈ ഗെയിമിനെ കളിയാക്കിയതല്ല. അതായത് ഈ ഒരു ഗെയിമിൽ കുറച്ച് എന്താ ഫണ്ണി ക്യാരക്ടേഴ്സിനെ കൂടുതലുണ്ട്. കാരണം ഈ ഒരു സാധനമായാലും അത്യാവശ്യം ഫണ്ണിയാണ്. ഇതിനി നിങ്ങൾക്ക് എന്തുപോലെ തോന്നുന്നു അറിയില്ല. എനിക്കൊരു ഫണ്ണി ലുക്ക് തോന്നുന്നു. എന്തായാലും സംഭവം ഇപ്പടിയാ. കൊള്ളാം. നമ്മുടെ ഈ സാധനം ഇതിൽ ഓട്ടോയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവര് കളിക്കുന്നതൊക്കെ ഇങ്ങനെ സാധനം ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാടി ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ അടിക്കുക ഇങ്ങനെയൊക്കെ അടിക്കുക ഇങ്ങനെ അടി വേഗം ഓടിയിട്ട് ഒറ്റ അടി ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഹെഡൊക്കെ അടിച്ച അങ്ങനെയൊക്കെ സംഭവം. എന്തായാലും നമ്മൾ ഇറങ്ങൽ എങ്ങനെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ലോബിയിൽ അടിക്കുക അങ്ങനെയാണ് തോന്നുന്നു. എനിക്കറിയില്ല. ഇനി തെറ്റി കഴിഞ്ഞാൽ എന്നെ പറയാൻ നിൽക്കരുത്. ഞാൻ പുതിയ പ്ലെയറാണ്.
കാരണം അവിടെ ലീവ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണില്ല. പിന്നെ അൺലിമിറ്റഡ് ടൈം അങ്ങനെ നമ്മൾ 9 ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഐ ഡി ഉണ്ടോ? എന്താണ് എൻ്റെ ഐ ഡി? ആധാർ ഫ്രെയിം അങ്ങനെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഓ നമ്മുടെ അതിലെ പോലെ തന്നെ ഏകദേശം എല്ലാ ഗെയിംസിലും ഉള്ള പോലെ തന്നെ. എൻ്റെ അടുത്തിലെ ക്യാരക്ടേഴ്സ് അങ്ങനെ എന്താ അതങ്ങനെ എന്താണ് പിന്നെ അവിടെ നമുക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതൊക്കെ കിട്ടും. ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാണ്. പിന്നെ എൻ്റെ സ്റ്റീം അക്കൗണ്ട് ഇതിലെല്ലാം അതിൻ്റെ അത് ഓർമ്മയില്ല. അപ്പോൾ സ്റ്റീം അക്കൗണ്ട് എടുത്താൽ അത് ലിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടും. അങ്ങനെ 20 ഡയമണ്ട് എടുത്തു. പിന്നെ ഇതിൻ്റെ മോർ വീഡിയോസ് നമുക്ക് മലയാളീസ് അങ്ങനെ അധികം ആരുമില്ല തോന്നുന്നു. അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിൻ്റെ നിന്ന് പഠിക്കണം. അല്ലാണ്ട് ഈ ഹിന്ദിക്കാരുണ്ടാവും, അവരൊന്ന് പഠിക്കണം. പിന്നെ അവിടെ മൈക്ക് സ്ക്വാഡ് അങ്ങനെയുള്ളതാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ആളുണ്ടാവും. പക്ഷെ എനിക്ക് ആളുടെ പ്രത്യേകത എന്തായാലും മനസ്സിലായിട്ടില്ല. കാരണം കുറേ ഇതിൽ ആളെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും കേൾക്കുമോ, അത് അവരാൾക്ക് മാത്രമുള്ള കേൾക്കുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഓക്കെ ബൈ ഗൈസ്, ലവ് യു ടാറ്റ. എന്തായാലും മനസ്സിലായി എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെയുള്ള കളിക്കാം.